ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. തൃശൂർ പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘങ്ങൾ ഏറ്റുമുട്ടി. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മരത്തംകോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ കൊല്ലപ്പെട്ടതും ലഹരി മാഫിയ സംഘത്തിലെ അംഗമാണോ? എന്താണ് അവിടെ സംഭവിച്ചത് സൂരജ്? വിജയകുമാർ, തീർച്ചയായും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടയാൾക്കും അതോടൊപ്പം തന്നെ പ്രതികളായിട്ടുള്ള ആളുകളുടെയും പേരിൽ നിരവധി കേസുകളായിരുന്നു ഈ വിവിധ സ്റ്റേഷനുകളിൽ അടക്കം ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഇരുവിഭാഗമായി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഈ അക്ഷയ് കൂത്താൻ എന്നാണ് മുഴുവൻ പേര്. അക്ഷയും അതുപോലെ തന്നെ ലിഷോയ് ബാദുഷ എന്നിവരാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ഇതിൽ ലിഷോയും ബാദുഷയും ചേർന്ന് അക്ഷയെ ആക്രമിക്കുകയായിരുന്നു. അതിനിടയിൽ അക്ഷയ് തിരിച്ചും പ്രതിരോധം നടത്തിയിട്ടുണ്ട്, പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ബാദുഷയ്ക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. പക്ഷേ അക്ഷയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് അക്ഷയെ പെരുമ്പിലാവിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിനിടയിൽ അക്ഷയ് മരിക്കുകയും ചെയ്തു. വിജയകുമാർ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ സംഘർഷം അത് ഈ മേഖലയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഗുണ്ടാ സംഘങ്ങളായതുകൊണ്ട് തന്നെ, ലഹരി മാഫിയ സംഘമായതുകൊണ്ട് തന്നെ ഇവർ വടിവാളടക്കം ഏന്തിക്കൊണ്ട് ഈ ആശുപത്രിയുടെ മുന്നിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് ഈ അക്ഷയ് മരിച്ചതായി അക്ഷയെ അനുകൂലിക്കുന്ന അക്ഷയുടെ സുഹൃത്തുക്കൾക്ക് അറിയില്ല. അവർ ഈ ബാദുഷയെ അടക്കമുള്ളവരെ തിരിച്ച് ആക്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ ആശുപത്രി മുറ്റത്തടക്കം വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാത്രിയാണ് എന്തായാലും ഈ ലഹരി മാഫിയ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതും അതിനിടയിൽ ഈ അക്ഷയ് എന്ന യുവാവ് കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും ഇതിൽ പ്രതികളായിട്ടുള്ളത് ലിഷോയ്, ബാദുഷ എന്നിവരാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അതിൽ ബാദുഷയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ബാദുഷ നിലവിൽ ഈ ബാദുഷയെ പെരുമ്പിലാവിലെ ഒരു ആശുപത്രിയിൽ തന്നെ, സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മരിച്ച അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് വരുന്നത്. നിലവിൽ ഈ ബാദുഷ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ അക്ഷയെ അനുകൂലിക്കുന്ന വിഭാഗമാകട്ടെ ഈ ആശുപത്രിയിലെല്ലാം എത്തി വലിയ രീതിയിൽ, അത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ അക്ഷയെ അനുകൂലിക്കുന്ന ലഹരി മാഫിയ സംഘമുള്ളത്. അവർ ഈ ആശുപത്രിയിലടക്കം വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഈ അക്ഷയ് മരിച്ചുവെന്ന് ഇവർക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഈ വെട്ടേറ്റതിന്റെ ഈ മനോവിഷമത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ലഹരി മാഫിയ സംഘം ഇതുവരെ സാധ്യമായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? ഇത്രയും സമയമായിട്ട് ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടായതാണ് ഈ ആക്രമണം. ഒരാൾ മരിച്ചു. മരിച്ചതിന് ശേഷം ഈ മരിച്ചയാളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ലഹരി സംഘത്തിലെ അനുയായികൾ കൊലവിളി നടത്തി അവിടെ ഇങ്ങനെ ആക്രോശിച്ച് ബഹളം വെച്ച് നടക്കുമ്പോൾ അത് നിയന്ത്രണത്തിലാക്കാൻ പോലീസിന് കഴിയുന്നില്ല പെരുമ്പിലാവിൽ എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, നിലവിൽ പോലീസ് ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്നത് പെരുമ്പിലാവിലാണ്. പെരുമ്പിലാവിലെ 4 സെന്റ് കോളനി, അവിടെയാണ് ഈ സംഭവം നടന്നത്. പക്ഷേ അവിടെ ഈ പോലീസിന്റെ ഒരു വിന്യാസമുണ്ട്. ആ മേഖലയിൽ കൂടുതൽ തുടർ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് കണ്ട് പോലീസിനെ കൂടുതൽ അവിടെ വിന്യസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഈ അക്ഷയുടെ മൃതദേഹം എത്തിച്ച കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ സംഘം ഒരു ഭീകരാന്തരീക്ഷം അടക്കം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് അവിടെ ഇപ്പോൾ കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർ വടിവാളടക്കം ഏന്തിക്കൊണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരോടടക്കം വലിയ രീതിയിൽ ആക്രോശിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടർ അടക്കം പറയുന്നത്. അങ്ങനെ വലിയൊരു ഭീകരാന്തരീക്ഷം ഈ ആശുപത്രിക്ക് മുന്നിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഈ അക്ഷയ് മരിച്ചു എന്ന വിവരം ഇപ്പോഴും ഇവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മരിച്ചു എന്ന വാർത്ത കൂടി എത്തുകയാണെങ്കിൽ ഈ സംഘം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസിനും വലിയ ആശങ്കകളുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോലീസ് നടപടിയിലേക്ക് പോലീസും സമാന്തരമായി തന്നെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വലിയ വലിയ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതായത് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഈ മരിച്ച അക്ഷയ്ക്കും അതോടൊപ്പം തന്നെ അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ബാദുഷയ്ക്കും ലിഷോയ്ക്കും എല്ലാം ഉണ്ട് എന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി കേസുകളിൽ ഈ 3 പേരും പ്രതികളായിരുന്നു. ഇവരോടൊപ്പം മറ്റ് ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. കൃത്യമായി ചേരി തിരിഞ്ഞുകൊണ്ട് ലഹരി മാഫിയ സംഘം ഏറ്റുമുട്ടുന്നു. അതിനിടയിലാണ് ഈ അക്ഷയ് കൊല്ലപ്പെടുന്നത്. ബാദുഷ എന്ന് പറയുന്ന ഈ എതിർ സംഘത്തിലുണ്ടായിരുന്ന ആൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബാദുഷയെ നിലവിൽ ഈ പെരുമ്പിലാവിലെ ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവം അത് വലിയ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കൂടി പെരുമ്പിലാവും കുന്നംകുളവും കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. വിജയകുമാർ.
യെസ്, ഈ വിവരങ്ങൾ വരുന്നത് തൃശ്ശൂർ പെരുമ്പിലാവിൽ നിന്നാണ്. ലഹരി മാഫിയ സംഘങ്ങൾ അവിടെ ഏറ്റുമുട്ടി. ഈ ലഹരി സംഘത്തിൽ തന്നെ പെട്ട ഒരാൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരിച്ചത് മരത്തങ്കോട് സ്വദേശി അക്ഷയാണ്. അയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റിട്ടുണ്ട് മറ്റു 2 പേർക്കും. ഈ മരിച്ച ആളുടെ അനുയായികൾ അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കൾ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വടിവാളുമായി ആ മേഖലയിൽ ആകെ ബഹളം വെച്ച് നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്ന. പ്രാദേശിക മാധ്യമ പ്രവർത്തകരും ആ വിവരം അവിടെ ഒന്ന് നൽകുന്നുണ്ട്. സൂരജിന് എന്തായാലും അവിടെ കുറച്ച് സങ്കീർണമാണ് സാഹചര്യം എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അവിടേക്ക് കൂടുതൽ പോലീസ് എത്തുന്നുണ്ട്. ഈ ലഹരി സംഘങ്ങൾ ചേരിതിരിഞ്ഞ് അവിടെ ഏറ്റുമുട്ടുകയായിരുന്നു. അതിനിടെയാണ് ഒരാൾക്ക് ഗുരുതരമായി വെട്ടേൽക്കുകയും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് അയാൾ മരിക്കുകയും ചെയ്ത്. അക്ഷയ് എന്നയാളാണ് മരിച്ചത്. അയാളുടെ ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ, അയാളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ചേരിതിരിഞ്ഞ് ആക്രമിച്ചത്. അതിൽ പരിക്കേറ്റ ബാദുഷ എന്നൊരാളുണ്ട്. അയാൾ അവിടെ വേറൊരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരാൾ കൂടിയുണ്ട്. അപ്പോൾ ഇവരെ മുഴുവൻ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. സൂരജ്, ഇപ്പോൾ ഈ ബാദുഷ എന്ന ഈ വെട്ടേറ്റയാൾ ആശുപത്രിയിലാണെങ്കിൽ അയാളെ ഉറപ്പായും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുമല്ലോ. മറ്റൊരാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? 3 അംഗ സംഘമാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് പോരടിച്ചത്. വിജയകുമാർ, ഈ 3 അംഗ സംഘം എന്ന് നിലവിൽ പറയാൻ കഴിയില്ല. അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, അതായത് കൂടുതൽ പേർ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് വിജയകുമാർ. അതായത് ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവരുടെ പേരുകളിലെല്ലാം തന്നെ നിരവധി കേസുകൾ ഈ പ്രതികളുടെ പേരിലുണ്ടായിരുന്നു. ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് ഇന്ന് രാത്രിയോടുകൂടി കുന്നംകുളത്ത് ഈ സംഘം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ അക്ഷയെ അതുപോലെ തന്നെ എതിർവിഭാഗത്തിൽപ്പെട്ട ബാദുഷയും ലിഷോയും എല്ലാം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. ആ സമയത്ത് ഇവരുടെ സംഘാംഗങ്ങളായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. ഈ അക്ഷയ്ക്ക് ക്രൂരമായ രീതിയിൽ, അതായത് അതിക്രൂരമായ രീതിയിൽ വെട്ടേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അക്ഷയെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നത്. പക്ഷേ അതിനോടകം തന്നെ അക്ഷയ് മരിച്ചിരുന്നു. പക്ഷേ ഈ കാഷ്വാലിറ്റിയിൽ എത്തിച്ച അക്ഷയുടെ മൃതദേഹം പിന്നീട് ഇവർ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ അക്ഷയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. മാധ്യമ പ്രവർത്തകനായ അജ്മൽ ടെലിഫോൺ ലൈനിലുണ്ട്. അജ്മൽ, അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ? ഈ സംഘങ്ങൾ പരസ്പരം വെട്ടി ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് വെട്ടേറ്റു. ഈ മരിച്ചയാളുടെ അനുയായികൾ എന്ന് പറയുന്ന ആ ക്രിമിനൽ അക്രമി സംഘം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് സൂരജ് നേരത്തെ പറഞ്ഞത്. അത് സ്ഥിതിഗതികൾ പോലീസിന്റെ നിയന്ത്രണത്തിലെത്തിയിട്ടുണ്ടോ? പെരുമ്പിലാവിലും ആ പരിസര പ്രദേശങ്ങളിലും ഈ ആശുപത്രിയിലുമൊക്കെ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. 2 സ്ഥലങ്ങളിലും കൊലപാതകം നടന്ന ഈ സംഭവ സ്ഥലത്തും അതുപോലെ തന്നെ ആശുപത്രിയിലും പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സംഭവം നടന്ന ഉടനെ തന്നെ ഈ മരിച്ച അക്ഷയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ശാന്തമായി തുടരുകയാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തന്നെ സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ട്. ശരി അജ്മൽ, എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ആ സമയത്ത് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒരു ശ്രമം ഈ കൊല്ലപ്പെട്ട അക്ഷയ് എന്ന ഈ ലഹരി സംഘത്തിൽ തന്നെ പെട്ടയാളാണ്. അയാളുടെ അനുയായികൾ അവിടെ ശ്രമിച്ചു. ഒരാൾക്ക് കൂടി വെട്ടേറ്റിട്ടുണ്ട്. അയാൾ ബാദുഷ എന്നാണ് അയാളുടെ പേര്. അയാൾ ആശുപത്രിയിലുണ്ട്. മറ്റൊരാൾ ലിഷോയാണ്. അപ്പോൾ അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അജ്മൽ തുടരുന്നുണ്ടെങ്കിൽ ഈ വെട്ടേറ്റിരിക്കുന്ന ഒരാൾ ബാദുഷ, അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അയാൾക്ക് വലിയ പരിക്കാണോ? മറ്റൊരാൾ ലിഷോയാണല്ലോ, അയാളും അവിടെ ഉണ്ടോ? ആശുപത്രിയിലാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ സംഘത്തിലെ മറ്റുള്ളവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? നിലവിൽ ബാദുഷ വെട്ടേറ്റ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാദുഷയ്ക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് പോലീസ് നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ബാദുഷയെ ആശുപത്രിയിൽ പോലീസിന്റെ കാവലിലാണ് ബാദുഷ നിലവിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്നത്. ലിഷോയെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പോലീസ് ലിഷോയെ പിടികൂടും എന്നാണ് അറിയാൻ കഴിയുന്നത്.
ശരി അജ്മൽ, എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഈ വെട്ടേറ്റ ഒരാൾ, അയാൾക്ക് കാര്യമായ പരിക്കില്ല. അയാളെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിയും ആശുപത്രിയിൽ തന്നെ. ലിഷോയി എന്ന മറ്റൊരാൾ, അയാളെയും ഉടനെ പിടികൂടാൻ പറ്റുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മരത്തംകോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം ലഹരി സംഘത്തിലെ കണ്ണികളാണ്, അംഗങ്ങളാണ്. അവർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 8:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂർ പെരുമ്പിലാവിലാണ് ലഹരി മാഫിയ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അജ്മൽ പ്രാദേശിക ലേഖകനാണ് മറ്റു വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ചു മാതാവ്. എലത്തൂർ സ്വദേശിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലഹരിക്കടിമയായ രാഹുൽ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നു. അമ്മയെയും മുത്തശ്ശിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ഭയന്നാണ് മാതാവ് പോലീസിനെ വിവരമറിയിച്ചത്. പേടിച്ചിട്ട് ഞാൻ മാത്രമായിരുന്നു എനിക്ക് പേടിയില്ലേനി. പക്ഷെ ഒന്നും അറിയാത്തൊരു പൈതലേതോ ഇപ്പം ലോകത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ കുട്ടീനെയും കൂടി അവൻ കൊല്ലുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് അതാണ് ആ ഒരു പേടിയാണ്. അവിടുന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇവർ ആരോ പാൻറ്റിൻ്റെ കീശയിൽ നിന്ന് ഡ്രഗ്സ് എന്തോ കിട്ടി, എന്താ സാധനം എന്നറിയില്ല, കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇവനിത് ഉപയോഗിച്ച്. പോലീസ് എത്തിയതിന് പിന്നാലെ രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഒടുവിൽ തന്ത്രപരമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ലഹരി വേട്ടയിൽ കൂടുതൽ പേർ പിടിയിലായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ 50 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിലായി. ഇടക്കൊച്ചിയിൽ 5 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. മട്ടന്നൂരിൽ 220 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പിടികൂടി. കോട്ടയത്ത് പോലീസിനെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 6 പേർ കസ്റ്റഡിയിലായി. കൊല്ലത്ത് 50 ഗ്രാം MDMA-യുമായി യുവതി പിടിയിലായി. അഞ്ചാലുമൂട് പ്രാക്കുളം സ്വദേശി അനിത രവീന്ദ്രനാണ് കസ്റ്റഡിയിലായത്. മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 50 കിലോ കഞ്ചാവ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശികളായ ജിബിൻ KP, ജാസിർ അമീൻ, മലപ്പുറം കൊണ്ടോട്ടി പെരിയമ്പലം സ്വദേശി ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടക്കൊച്ചി സിയന്ന കോളേജിന് സമീപത്തെ ചതിപ്പിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 5 കിലോ കഞ്ചാവ്. കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പള്ളുരുത്തി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് സംഘത്തെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്ലാമറ്റം വയലായിൽ ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു ആക്രമണം. മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ 220 മില്ലി ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. പയ്യപ്പറമ്പ് സ്വദേശി നിഷാദാണ് പിടിയിലായത്. കോഴിക്കോട് വടകരയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിലായി. വില്യാപ്പള്ളി സ്വദേശി അബ്ദുൽ കരീം, ഭാര്യ റുക്കിയ എന്നിവരാണ് എക്സൈസ് പിടിയിലായത്. ഇവരിൽ നിന്ന് 25 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. വീട്ടിൽ നിന്ന് കഞ്ചാവ് അളക്കുന്നതിനുള്ള ത്രാസും എക്സൈസ് കണ്ടെത്തി. ആലുവയിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തിയയാളെ എക്സൈസ് പിടികൂടി. ബംഗാൾ സ്വദേശി രജീഷ് ഷെയ്ഖിനെയാണ് പിടികൂടിയത്. 1.5 കിലോ കഞ്ചാവ് പ്രതിയിൽ നിന്നും കണ്ടെത്തി. അടൂരിൽ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവ് എക്സൈസ് സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അടൂർ ഏനാദിമംഗലം സ്വദേശി രഞ്ജിത്താണ് വീട്ടിൽ കഞ്ചാവ് വളർത്തിയത്. ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസ് ആണ് പിടിയിലായത്. അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതിനിടെ MDMA വിഴുങ്ങിയെന്നാണ് സംശയം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഇയാളെ വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് ഫായിസ്. കോഴിക്കോട് താമരശ്ശേരിയിലെ MDMA വിൽപ്പന സംഘത്തിലെ പ്രധാനിയെ എക്സൈസ് സംഘം പിടികൂടി. 58 ഗ്രാം MDMA-യുമായാണ് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി മിർഷാദ് പിടിയിലായത്. പോലീസ് പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ്. രഹസ്യവിവരത്തെ തുടർന്ന് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ വെച്ചാണ് അമ്പായത്തോട് സ്വദേശി പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താൻ പിടിയിലാവുന്നത്. ഇയാളിൽ നിന്ന് 58 ഗ്രാം MDMA പിടികൂടി. എക്സൈസിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. താമരശ്ശേരി മേഖലയിൽ MDMA വിൽപ്പന നടത്തുന്ന പ്രധാനിയാണ് ഇയാൾ. താമരശ്ശേരി ഭാഗങ്ങളിൽ സജീവമായിട്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇയാൾ.
അപ്പം അവിടുത്തെ അക്രമ സംഭവങ്ങളിലെല്ലാം ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ട്. കാരണം ഇയാൾ വ്യാപകമായിട്ട് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന ആളാണ്. പോലീസിനെ കണ്ട് MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ്. ലഹരിക്കടിമപ്പെട്ട് അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെയും ഭാര്യയെ കൊലപ്പെടുത്തിയ യാസിറിന്റെയും സുഹൃത്താണോ മിർഷാദെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 കോഴിക്കോട്. കോഴിക്കോട് 21 വയസ്സുള്ള യുവാവിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രാവ് വിൽപ്പനയുടെ മറവിലാണ് യുവാവ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. കോഴിക്കോട് നഗരഹൃദയത്തിൽ നിന്നാണ് 21-കാരൻ്റെ കയ്യിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത്. നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരൻ അമൽ ബക്കർ പിടിയിലായത്. കാരപ്പറമ്പിൽ വെച്ച് യുവാക്കൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്നത് എക്സൈസ് സംഘം ആദ്യം പിടികൂടി. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അമൽ ബക്കറിന്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടുകയായിരുന്നു. 2 കെട്ടുകളിലായി 2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജീവ്, ബിജു എബ്രഹാം, വി ദേവദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലിലാണ് 21-കാരൻ്റെ വൻ മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കണ്ടെത്തിയത്. വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റേഞ്ച് ഇൻസ്പെക്ടറും കോഴിക്കോട് സർക്കിൾ പാർട്ടിയും നടത്തിയ റെയ്ഡിലാണ് ഇപ്പോൾ 2 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. വാങ്ങിച്ചു പോകുന്നതായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുൻപ് നമ്മൾ പുള്ളിയെ ഒരു പ്രാവശ്യം ഇത് കണക്ക് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൊല്ലം മുമ്പ് ഓഫീസിൽ വിളിച്ച് ഇത് കൊടുക്കുകയും ഡി അഡിഷൻ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള ആളായിരുന്നു. കാരപ്പറമ്പ് AUPU സ്കൂളിന് തൊട്ടരികിലെ വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഇത് പ്രദേശത്ത് ആശങ്ക പടർത്തിയിട്ടുണ്ട്. സ്ഥലത്തെ ടർഫ് കേന്ദ്രീകരിച്ചും മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു. ഈ ഏരിയയിൽ ഇപ്പോൾ ഇത് പിടിച്ചതിൻ്റെ ദിവസം പലതും കേൾക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ. ഇത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, ചെറിയ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അടി മുതൽ എല്ലാം തുടച്ചു മാറ്റണം. എല്ലാ ഗ്രൗണ്ടിലും എല്ലാ പാർക്കിലും ഇല്ല സൊറകളെല്ലാം നിർത്തണം. 21-കാരൻ വർഷങ്ങളായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. പ്രാവ് വിൽപ്പന മറയാക്കിയാണ് അമൽ ബക്കർ കഞ്ചാവ് വിൽപ്പന നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രാവ് വിൽപ്പന മറയാക്കി മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുവെന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 24 കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോട്ടയത്ത് ശക്തമായ വേനൽ മഴ, ഇടിമിന്നലേറ്റ് സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. ആൻഡ്രൂർ സ്വദേശികളായ ആൻ മരിയ, ആൻഡ്രൂസ് എന്നിവർക്കാണ് ഇടിമിന്നലേറ്റത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. മഴയപ്പള്ളി സ്വദേശി റിച്ചാർഡിന്റെ വീടിന്റെ മേൽക്കൂര ഇടിമിന്നലേറ്റ് തകർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർ നിൽക്കുന്നിടത്ത് വെള്ളം കയറി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മറ്റന്നാൾ പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടെയുള്ള മഴ ലഭിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് കാപ്പ കേസിൽ എറണാകുളം മുളവുകാട് പോലീസ് സാഹസികമായി കീഴടക്കിയ പ്രതി ശ്രീരാജ് പെൺസുഹൃത്തിന്റെ ബന്ധുവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ റിപ്പോർട്ടാണ്. പെൺസുഹൃത്തിന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചതിന് ഇയാൾക്കെതിരെ തൃക്കാക്കര പോലീസും കേസെടുത്തിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച ശേഷമായിരുന്നു അതിക്രമം എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷവും കത്തിക്കുത്തും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ടിലേക്ക്. 2 വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നത്തെ SLC പരീക്ഷയ്ക്ക് ശേഷമാണ് സ്കൂളിൽ സംഘർഷമുണ്ടായത്. കൃത്യമായ ആസൂത്രണത്തോടെ എത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമായ കുട്ടികൾ. 9ാം ക്ലാസ് മുതൽ സ്കൂളിലെ ഒരു കൂട്ടം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും മലയാളം മീഡിയം വിദ്യാർത്ഥികളും തമ്മിൽ നിലനിൽക്കുന്ന വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഇടയ്ക്കിടെ സ്കൂളിൽ വെച്ച് സംഘങ്ങളായി ഇവർ ചേരിതിരിഞ്ഞ് അടികൂടിയിരുന്നു. പരീക്ഷയ്ക്ക് മുൻപും സംഘർഷമുണ്ടായി. അന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥി സ്വമേധയാ TC വാങ്ങിപ്പോയെങ്കിലും മറ്റെവിടെയും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരികെ സ്കൂളിലേക്ക് തന്നെ എത്തി. SSLC പരീക്ഷ എഴുതാൻ മാത്രമാണ് പിന്നീട് അനുവദിച്ചത്. ഇന്നത്തെ SSLC പരീക്ഷ കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികൾ സംഘടിച്ചു. ഈ വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഒരാള് അതിനോടി, അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണിയാ. അപ്പം അങ്ങനെ കത്തി കൊണ്ടാക്കാൻ മുമ്പ് അതേമാതിരി കുറെ കാലമായി പ്രശ്നങ്ങളായിട്ട്. പെരിന്തൽമണ്ണ പോലീസ് 2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഒരു വിദ്യാർത്ഥിയെ കൂടി പിടികൂടാനുണ്ട്. സ്കൂൾ പ്രധാന അധ്യാപകനോട് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമുള്ളതാണെങ്കിലും ഗുരുതരമല്ല. 24 മലപ്പുറം.
കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബില അനുഭവിച്ചത് ക്രൂരപീഡനം. ലഹരിക്കടിമയായ യാസിർ നിരന്തരം ഷിബിലയെ മർദ്ദിച്ചിരുന്നുവെന്ന് സഹോദരി 24-നോട് പറഞ്ഞു. ഭർത്താവ് യാസിറിൽ നിന്ന് ക്രൂരപീഡനമാണ് ഷിബിലയ്ക്ക് നേരിടേണ്ടി വന്നത്. ലഹരിക്കടിമയായ യാസിർ ഷിബിലയെ നിരന്തരം മർദ്ദിച്ചിരുന്നതായി സഹോദരി പറയുന്നു. ഇത് സഹിക്കാൻ കഴിയാതെയാണ് ഷിബില തിരികെ സ്വന്തം വീട്ടിലെത്തിയത്. 3 വയസ്സായ മകളെയും യാസിർ ഉപദ്രവിച്ചിരുന്നതായി ഷിബിലയുടെ സഹോദരി. വീടി വലിക്കും, കഞ്ചാവ് വലിക്കും, എന്തൊക്കെ ചെയ്യലുണ്ട്. അതൊന്ന് ഓന് ഇന്ന് രാത്രിയൊക്കെ 2 മണിക്കൊക്കെ പിന്നെ ഓൻ ഇറങ്ങിപ്പോവലുണ്ട് എന്നോട് പറയലുണ്ട്. ഒറ്റക്കാക്കിയിട്ട് ഒന്ന് മേശമ്മൽ ഫുഡ് എടുത്ത് വെച്ച് തിന്നാൻ നോക്കിയപ്പോഴൊക്കെ ഫുഡൊക്കെ വലിച്ചെറിഞ്ഞാണ്. പിന്നെ ഫുഡൊന്നും ഇല്ല ഇങ്ങാടാ. അപ്പോൾ മോള് പറഞ്ഞതാ, ഓൻ്റെ അമ്മ വിളിച്ചപ്പോൾ മോള് പറഞ്ഞാണല്ലോ ഉപ്പ ഫുഡൊക്കെ എടുത്ത് കളഞ്ഞ് ഞങ്ങൾക്കൊന്നും തിന്നാനില്ല. മോളെ ഇവന് നല്ലോണം പേടിപ്പിക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നല്ല ഉപദ്രവിക്കലുണ്ട്, ഓളെ ഉപദ്രവിക്കലുണ്ട്. മോളെ നല്ലോണം നോക്കലൊന്നുമില്ല. ഷിബില പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കൃത്യമായ നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. അതിനിടെ ഷിബിലയെ കൊലപ്പെടുത്താൻ യാസിർ 2 കത്തികൾ ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. റിമാൻഡിൽ കഴിയുന്ന യാസിറിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. 24 കോഴിക്കോട്. കണ്ണൂർ കൈതപ്രത്ത് മധ്യവയസ്കനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. പ്രതി സന്തോഷ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. പ്രതി കൊലയ്ക്കായി ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തി. വ്യക്തിവിരോധവും പകയും മൂലം സന്തോഷ് ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൃത്യത്തിനു മുമ്പ് ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് കൊലപാതകം കരുതിക്കൂട്ടി ഉറപ്പിച്ചതാണെന്ന് തെളിയിക്കുന്നു. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും സൗഹൃദത്തിലായിരുന്നു. അടുത്ത കാലത്ത് ഇരുവരും കൂടുതലെടുത്തു. ബന്ധത്തെ രാധാകൃഷ്ണൻ എതിർത്തതോടെ സന്തോഷിന്റെ മനസ്സിൽ വൈരാഗ്യമുണ്ടായി. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മോട്ടീവ് പേഴ്സണൽ എനിമിറ്റി തന്നെയാണ്. ഇതുവരെ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല. അത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ പറയാൻ പറ്റും ഇയാൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിന്. നെഞ്ചിൽ ആദ്യ വെടിയേറ്റയുടൻ രാധാകൃഷ്ണൻ മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃത്യത്തിന് ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തി. രാധാകൃഷ്ണന്റെ കുടുംബം താമസിച്ച വാടക വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത്. തെളിവെടുപ്പിനിടെ സന്തോഷ് തന്നെ തോക്കൊളിപ്പിച്ച ഇടം പോലീസിന് കാണിച്ചു കൊടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ രാധാകൃഷ്ണൻ മൃതദേഹം കൈതപ്രം ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കണ്ണൂർ. കോഴിക്കോട് കുന്നമംഗലത്ത് 3 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. നൊച്ചിപ്പൊയിലാണ് സംഭവം. തെട്ടാരക്കൽ കൊടക്കല്ലിങ്കൽ ഭാഗത്ത് വീടുകളിൽ കയറിയാണ് തെരുവുനായ ആളുകളെ ആക്രമിച്ചത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ തെരുവുനായ ഇങ്ങനെ ആളുകളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പേവിഷബാധയോ മറ്റോ ഉണ്ടോ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, പേവിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. ഇന്ന് വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കുന്നമംഗലത്താണ്. 3.5 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റുള്ളത്. മറ്റ് 3 പേർ എന്നത് പ്രായം ചെന്ന സ്ത്രീകളാണ്. 70, 65, 80 വയസ്സുള്ള സ്ത്രീകളാണ്. ഇവർക്ക് വീട്ടിനുള്ളിൽ കയറിയാണ് ഈ ഒരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. മുഖത്തും ചുണ്ടിനുമാണ് പരിക്കേറ്റുള്ളത്. ഇവരെല്ലാം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിജയകുമാർ, വീടുകളിൽ കയറി തെരുവുനായ ആളുകളെ ആക്രമിക്കുകയായിരുന്നു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം 40-ാം ദിവസം പിന്നിടുന്നു. ഇന്നലെ ആരംഭിച്ച നിരാഹാര സമരം 2ാം ദിവസത്തിലാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഓണറേറിയം വർദ്ധിപ്പിച്ച 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു 40 ദിവസം മുൻപ് ആശമാർ സമരം ആരംഭിച്ചത്. സമരത്തിന്റെ അടുത്ത ഘട്ടമായ നിരാഹാര സമരം തുടരുകയാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരമിരുന്ന ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശാ വർക്കർ ഷീജ ആറിനെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത്. ആരോഗ്യമന്ത്രിയുടേത് ആത്മാർത്ഥതയില്ലാത്ത സമീപനമെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് നിലപാട്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നിവയാണ് സമരത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. MA ബിന്ദു, ഷീജ, തങ്കമണി എന്നിവരാണ് നിലവിൽ സമരത്തിന്റെ ഭാഗമായി നിരാഹാരമിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഡൽഹി സന്ദർശന വിവാദത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഡൽഹി സന്ദർശനത്തിന് തലേന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ കത്തിന്റെ വിശദാംശം മന്ത്രി വീണ ജോർജ് പുറത്തുവിട്ടു. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് CPM വ്യക്തമാക്കി.
ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയിട്ടും ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താതെ മടങ്ങിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് വീണ ജോർജിന്റെ വിശദീകരണം. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നെന്നും മന്ത്രി. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതറിയാതെ തെറ്റാണോ? യാത്രയ്ക്ക് മുമ്പേ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി നൽകിയ കത്തിന്റെ വിശദാംശങ്ങളും വീണ ജോർജ് പുറത്തുവിട്ടു. കത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് വീണ ജോർജ്. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞില്ലെന്ന് JP നദ്ദയും. എന്നാൽ ഡൽഹി സന്ദർശനത്തിൽ വീണ ജോർജിനെതിരെ ആശാ വർക്കേഴ്സ് രംഗത്തെത്തി. മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറിയം ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് CPIM നിലപാട്. സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആർക്കും സമരം ചെയ്യാം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് UDF MPമാർ അനുമതി തേടിയത്. 24 തിരുവനന്തപുരം. കൊച്ചി കുറുപ്പുംപടി പീഡനക്കേസിൽ പെൺകുട്ടികളുടെ അമ്മ അറസ്റ്റിലായി. അറസ്റ്റ് പീഡനത്തിന് കൂട്ടുനിന്നതിനും പീഡന വിവരം മറച്ചുവെച്ചതിനുമാണ്. അമ്മയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്തിയിട്ടുണ്ട്. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമോ അതോ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമോ? വിജയകുമാർ, ഒരു ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ കുറുപ്പുംപടിയിലെ കുട്ടികളുടെ പീഡനത്തിൽ കുട്ടികളുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഒരു ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലായിരുന്നു. രാവിലെ 11 മണിക്കാണ് ഈ അമ്മയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ഈ അമ്മ കുറ്റം സമ്മതിച്ചില്ല. എന്നാൽ കുട്ടികളുടെ മൊഴിയും ഒപ്പം തന്നെ ഈ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ അധ്യാപകരുടെ മൊഴിയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ മറ്റു തെളിവുകളുമാണ് ഇപ്പോൾ കുറുപ്പുംപടി പീഡനക്കേസിൽ പെൺകുട്ടികളുടെ അമ്മ അറസ്റ്റിലായിരിക്കുന്നു. ഇവരെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പോലീസ്. അറസ്റ്റ് പീഡനത്തിനും അതിന് കൂട്ടുനിന്നതിനും ആ വിവരം മറച്ചുവെച്ചതിനുമാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ഈ പ്രതിക്കെതിരെ കുട്ടികളുടെ അമ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പോലീസ് വിശദമായി ഇന്ന് ഒരു പകൽ മുഴുവൻ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയ്ക്കെതിരെ കുട്ടികളുടെ മൊഴിയുണ്ടായിരുന്നു, കുട്ടികളുടെ ക്ലാസ് ടീച്ചറുടെ മൊഴിയുണ്ടായിരുന്നു. ഈ പ്രതിയും ഈ സ്ത്രീക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും മൊഴിയാണ് ഇവരുടെ അറസ്റ്റിൽ നിർണായകമായത്. റാഫി തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് റാഫി തുടർ നടപടികൾ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വാങ്ങിയതിനു ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ അമ്മയുടെ മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് മജിസ്ട്രേറ്റ് മുന്നിലോ നാളെ രാവിലെ കോടതിയിലോ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കുക. തീർച്ചയായും ഈ അമ്മയുടെ അറസ്റ്റ് ഈ കേസിൽ നിർണായകമായ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. ഈ അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ ധനേഷ് പീഡനത്തിനിരയാക്കിയതെന്ന്. 2 വർഷത്തോളം ധനേഷ് കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോട് കൂടിയാണ് എന്നുള്ള വിവരം നേരത്തെ തന്നെ ധനേഷിന്റെ മൊഴിയിലും ഉണ്ടായിരുന്നു. അതിലേറ്റവും നിർണായകമായി കുട്ടികൾ ഈ വിവരം സ്ഥിരീകരിക്കുകയും കുട്ടികളുടെ അധ്യാപകർ ഇത് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമാണ് അമ്മയ്ക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത്. പീഡന വിവരം മറച്ചുവെച്ചു, പീഡനം അറിഞ്ഞുകൊണ്ട് കുട്ടികളെ ഈ ധനേഷിനെ പീഡിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഒപ്പം തന്നെ ഈ ധനേഷും ഈ അമ്മയും ഒപ്പം തന്നെ ഒരു കുട്ടിയും
മദ്യപിച്ചതിന് ശേഷം ധനേഷ് ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് മദ്യം നൽകിയതിനു ശേഷം ധനേഷ് ഈ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. ശരി റാഫി, എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വരുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഈ കുട്ടികളുടെ അമ്മയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് വിനിയോഗ കാലാവധി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെയാണ് കേന്ദ്രം കാലാവധി നീട്ടിയത്. ഉപാധികളിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ച വായ്പയ്ക്ക് മാർച്ച് 31 കേന്ദ്രം സമയപരിധി നിശ്ചയിച്ചത്. ഇത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിനാണ് ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരോട് ക്ഷുഭിതരായത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച കോടതി ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ മുകളിലാണോ എന്നും ചോദിച്ചു. വായ്പാ വിനിയോഗത്തിന്റെ തീയതി മാർച്ച് 31 നിന്ന് ഡിസംബർ 31 മാറ്റിയെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതു സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാനും കോടതി കർശന നിർദ്ദേശം നൽകി. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 5-ാം ദിവസം. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയെ നെഞ്ചോട് ചേർത്ത് പത്തനംതിട്ട. ഗ്രാമാന്തരങ്ങളിലൂടെ ജില്ലയിലെ വിവിധ കലാലയങ്ങളിലെത്തിയ യാത്രയ്ക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും വൻ വരവേൽപ്പാണ് നൽകിയത്. SKN40 പത്തനംതിട്ടയുടെ യുവഹൃദയങ്ങളിലും ഇടം പിടിച്ചതിന്റെ തെളിവായിരുന്നു ജില്ലയുടെ വിവിധ ക്യാമ്പസുകളിലെ വരവേൽപ്പ്. ലഹരി വിരുദ്ധ സന്ദേശവുമായി അടൂരിൽ ആരംഭിച്ച് പ്രമാണം പിന്നിട്ട് പര്യടനം നേരെ എത്തിയത് IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ. ലഹരി കോളേജിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ രീതിയിലുള്ള പരിപാടികളും ലഹരി വിരുദ്ധ ഒരു ക്യാമ്പസായിട്ട് ഈ ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എല്ലാ രീതിയിലുള്ള പരിപാടികളും പങ്കെടുപ്പിക്കുന്നു. അവിടെ നിന്നും പത്തനംതിട്ട മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. കേരളത്തെ മാറ്റി പഠിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അൺലേൺ ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രബന്ധവും ഒരു തീസോ തയ്യാറാക്കുന്ന ഗൗരവത്തിൽ നമ്മൾ ഇത് തയ്യാറാക്കും. കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ പോം വഴികൾ എന്തൊക്കെയാണ്, കാരണം കേരളം ഇങ്ങനെ പോകാൻ പറ്റില്ല. കോന്നി മന്നം മെമ്മോറിയൽ NSS കോളേജിലെത്തിയപ്പോൾ SKN40 പിന്തുണയുമായി കോന്നി MLA KU ജനീഷ് കുമാറും എത്തി. നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ 100% ആത്മാർത്ഥതയോടെ ശ്രീകണ്ഠൻ സാറും 24ഉം ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിക്കെതിരായ തീം ഷോയും ശ്രദ്ധേയമായി. ക്യാമ്പസുകളിൽ SKN ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. വൈദിക പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമായി. വിവിധ മേഖലകളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് നാളെയും കേരള യാത്ര പത്തനംതിട്ടയിൽ പര്യടനം തുടരും. 24 പത്തനംതിട്ട. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.
ശുഭരാത്രി.